ഞാൻ സാബു സ്റ്റീഫൻ. കേരളത്തിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളെ, ഈ വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറിക്കുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഇപ്രാവശ്യം കേരളത്തിൽ 5240 പോളിംഗ് സ്റ്റേഷനുകൾ കൂടുതലാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25231 പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു. അതേ സ്ഥലത്താണ് ഇപ്പോഴും 30,471 പോളിംഗ് സ്റ്റേഷനുകൾ ഉള്ളത്. എന്നാൽ വോട്ടേഴ്സിന്റെ എണ്ണമോ 2024 2,77,49,158 ആയിരുന്നു. അതേസമയം ഇപ്പോൾ കുറവാണ്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2,71,06,059, അതായത് 6,43,099 വോട്ടേഴ്സിന്റെ എണ്ണം കുറവാണ്. അതേ സ്ഥലത്താണ് 5240 പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം കൂടുന്നത്. 5240 പോളിംഗ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ 5240 അതിലധികമോ EVM-കൾ അവിടെ ഉപയോഗിക്കും. ഇപ്രകാരം ഇത്രയും EVM-കൾ അധികമായി ഉപയോഗിക്കുമ്പോൾ ഒരു അട്ടിമറിക്കുള്ള എല്ലാവിധ സാധ്യതകളും അവിടെ ഉണ്ട്. ഇന്ത്യയിലേക്കുള്ള EVM സപ്ലൈ ചെയ്യുന്ന അമേരിക്കയും ജപ്പാനും അവരാണ് ഇന്ത്യക്ക് വേണ്ടിയുള്ള EVM-ന് വേണ്ടിയുള്ള മൈക്രോ ചിപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്നത്. ഈ രണ്ട് രാജ്യങ്ങളിലും ഇപ്പോൾ പേപ്പർ ബാലറ്റ് മാത്രമാണ്. എന്തുകൊണ്ട്? പേപ്പർ ബാലറ്റിൽ സുതാര്യതയുണ്ട്. ഓരോ വോട്ടും കൗണ്ട് ചെയ്യാൻ പറ്റും. മാനിപ്പുലേഷൻ ഏറ്റവും കൂടുതൽ, അട്ടിമറിക്കുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത് EVM-ലാണെന്ന് പലവിധമായ തെളിവുകൾ. ഉദാഹരണം, ഡോക്ടർ സുബ്രഹ്മണ്യം സ്വാമിയുടെ ഒരു കേസ് തന്നെ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പരസ്യമായിട്ട് ഇതിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി ഒരു പബ്ലിക് ഡെമോ നടത്തി EVM-ലുള്ള എല്ലാവിധ അട്ടിമറിക്കും സാധ്യത ഉണ്ടെന്ന് തെളിയിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള EVM-കളാണ് ഇപ്പോഴുള്ള കേന്ദ്ര സംസ്ഥാന പല സംസ്ഥാനങ്ങളുടെയും സർക്കാരുകളുടെയും ശക്തി എന്ന് പറയുന്നത്. എന്നാൽ സമീപകാലത്ത് നടന്ന പേപ്പർ ബാലറ്റിൽ കൂടെ നടന്ന ഇലക്ഷനുകളിൽ ഈ പറയുന്ന BJP NDA സഖ്യത്തിന്റെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് പേപ്പർ ബാലറ്റുകളിൽ കൂടെ സുതാര്യമായ ജനാധിപത്യം പല സംസ്ഥാനങ്ങളിലും സമീപകാലത്ത് തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് EVM എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഏറ്റവും അപകടകാരിയാണ് എന്ന് പല സംഭവങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ നല്ലൊരു അട്ടിമറിക്കുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. നമ്മുടെ ഓരോ വോട്ടും സസൂക്ഷ്മം ചിന്തിച്ച് ഉപയോഗിക്കൂ. UDF-ന് വോട്ട് നൽകൂ.